തിരൂർ SSM പോളിടെക്നിക് കോളേജിൽ മെഗാ തൊഴിൽമേള സംഘടിപ്പിച്ചു. തൊഴിൽമേളയിലൂടെ തെരഞ്ഞെടുത്തവർക്കുള്ള ഓഫർ ലെറ്ററുകൾ തവനൂർ MLA VS ജോയ് കൈമാറി. തവനൂർ MLA VS ജോയ് ജോബ് ഓഫർ ലെറ്ററുകൾ കൈമാറി. മാറിയ സാഹചര്യത്തിൽ പഠനത്തോടൊപ്പം നൈപുണ്യ പരിശീലനത്തിന് മുഖ്യ പ്രാധാന്യം നൽകണമെന്ന് അദ്ദേഹം പറഞ്ഞു. തീർച്ചയായും ഈ ജോബ് ഫെയർ വലിയ ഒരു അവസരമാണ് നിങ്ങൾക്ക് നൽകുന്നത്. ഇന്നിവിടെ 4000-ഓളം തൊഴിലവസരങ്ങളുണ്ട്. നമ്മൾ 1000-ഓളം കുട്ടികളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 20-ഓളം കമ്പനികളുണ്ട്. ഒരുപാട് പേർക്ക് ഇന്ന് ജോലി ലഭിക്കും. ജോലി ലഭിക്കാത്തവർ ഇതൊരിക്കലും നിങ്ങളുടെ ഈ പരിശ്രമം ഉപേക്ഷിക്കരുത്. ഓരോ ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യും തോറും നിങ്ങളുടെ പരിചയ സമ്പത്ത്, നിങ്ങളുടെ എഫിഷ്യൻസി, എങ്ങനെയാണ് ഒരു ഇന്റർവ്യൂ കൈകാര്യം ചെയ്യേണ്ടത്, എങ്ങനെയാണ് അതിനെ നേരിടേണ്ടത് എന്ന് അനുഭവത്തിലൂടെ പഠിക്കാൻ നിങ്ങൾക്ക് ഏറ്റവും വലിയ ഒരു അവസരം തന്നെയാണ്. അപ്പോൾ പ്രായോഗികമായ ഒരു പരിശീലനം ലഭിക്കുന്ന ഒരു കളരി കൂടിയാണ്. അതുകൊണ്ട് ഇന്ന് ഇന്റർവ്യൂവിന് അവസരം കിട്ടിയിട്ട് നിരാശപ്പെടാതെ പുതിയ അവസരങ്ങൾക്ക് വേണ്ടി വീണ്ടും ഇന്റർവ്യൂവിന് കൃത്യമായി നിങ്ങൾ പഠിച്ച മേഖലയിൽ പുതിയ കാര്യങ്ങൾ, പുതിയ അപ്ഡേഷൻസ് ലോകത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ നിമിഷവും പുതിയ കണ്ടുപിടുത്തങ്ങൾ ലോകത്ത് നടക്കുകയാണ്. പുതിയ ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ കാര്യങ്ങളും നമ്മൾ ഇപ്പോൾ കണ്ടിരിക്കുന്ന കാര്യം 5 മിനിറ്റ് കഴിയുമ്പോൾ ഔട്ട്ഡേറ്റഡ് ആവുകയാണ്. പുതിയ അപ്ഡേഷൻസ് വരുമ്പോൾ നിങ്ങൾ പഠിച്ച മേഖലയിലുള്ള കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി കൃത്യമായി അപ്ഡേറ്റ് ചെയ്ത് പരമാവധി ഒരു ജോലി നേടുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ ഏറ്റവും വലിയ നിങ്ങളുടെ പ്രതീക്ഷയാണ്. ആ തൊഴിൽ നേടുന്നതിന് വേണ്ടിയുള്ള, നിങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും നല്ല ഒരു പ്രക്രിയയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. CPD കൗൺസിൽ ചെയർമാൻ ഡോക്ടർ അബ്ദുൽ ജബ്ബാർ അഹമ്മദ് അധ്യക്ഷനായി. പോളിടെക്നിക് ഗവേണിംഗ് ബോഡി ചെയർമാൻ ഡോക്ടർ അൻവർ അമീൻ തൊഴിൽമേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. മുനിസിപ്പൽ ചെയർമാൻ കീഴടത്തിൽ ഇബ്രാഹിം ഹാജി മുഖ്യപ്രഭാഷണം നടത്തി. SSN ടെക്നിക്കൽ സെൽ ജില്ലാ കോർഡിനേറ്റർ അൻവർ സുലൈമാൻ, മുഹമ്മദ് സിയാദ്, പ്രസൂൺ മംഗലത്ത്, പ്രദീപ് കുമാർ, മുസ്തഫ താണിക്കാട്, CP ഫഹദ്, മുഹമ്മദ് ഷിനാദ്, അഭിനവ് എന്നിവർ സംസാരിച്ചു. CPD കൗൺസിലിന്റെ നേതൃത്വത്തിൽ NSS യൂണിറ്റുകൾ, സ്റ്റുഡൻസ് യൂണിയൻ എന്നിവ സംയുക്തമായാണ് തൊഴിൽമേള ഒരുക്കിയത്. സ്വദേശത്തും വിദേശത്തുമുള്ള കമ്പനികളിൽ 200-ഓളം പേർക്ക് ജോലി ലഭിച്ചു. 150-ഓളം പേരെ ഷോർട്ട് ലിസ്റ്റും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരൂർ.